റേഷൻ കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും മുൻഗണനയുള്ളവരാണെന്നും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ബയോ മസ്റ്ററിംഗ് സംവിധാനം ആരംഭിച്ചു. എന്നാൽ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കേണ്ട മസ്റ്ററിംഗ് സംവിധാനം 10 മണിയായിട്ടും പ്രവർത്തിക്കാത്തത് റേഷൻ കടകളിലെത്തിയ ഉപഭോക്താക്കളെ പ്രയാസത്തിലാക്കി. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ബയോ മസ്റ്ററിംഗ് സംവിധാനം സർവർ തകരാർ മൂലമാണ് പ്രവർത്തിക്കാൻ പറ്റാത്തതെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. മിക്ക റേഷൻ കടകളിലും അതിരാവിലെ മുതൽക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നിരവധി പേരാണ് ഓരോ റേഷൻ കടകൾക്ക് മുന്നിലും എത്തിയത്. മിക്ക റേഷൻ കടകളിലും തിരക്ക് കണക്കിലെടുത്ത് റേഷൻ വ്യാപാരികൾ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ സർവർ തകരാർ മൂലം മസ്റ്ററിംഗ് പ്രവർത്തിക്കാൻ പറ്റാത്തത് തർക്കങ്ങൾക്ക് കാരണമായി. പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളടക്കം രാവിലെ എത്തിയിട്ടും മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റാതായതോടെ വലിയ പ്രയാസമുണ്ടാക്കി. രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പ്രായമുള്ള എത്രയോ ആളുകളുണ്ട് ഇവിടെ വന്ന്. നല്ല ബുദ്ധിമുട്ടിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് പണി വരെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സമയത്തുള്ള ബുദ്ധിമുട്ട് അറിയില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയോ കുട്ടികൾ ഈ പരീക്ഷയുള്ള 10 മണിയാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും പരീക്ഷകളാണ്. അപ്പോൾ അവർ പറഞ്ഞത് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ നന്നായി ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. ജോലിക്കടക്കം പോകാതെ മാറ്റിവെച്ചാണ് പലരും അതിരാവിലെ തന്നെ റേഷൻ കടകൾക്ക് മുന്നിൽ എത്തിയത്. ഞങ്ങൾ 7 മണിക്ക് നേരത്തെ കഴിച്ചിലാവല്ലോ വെച്ചിട്ട് 7 മണിക്ക് കുട്ടികളെ പരീക്ഷയ്ക്കുള്ള കുട്ടികളെയും കൂട്ടിയൊക്കെ വയസ്സന്മാരായ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ കഴിച്ചിലാവല്ലോ വെച്ചാൽ ഇവിടെ നോക്കും. ഇവിടെ മിഷൻ റേഷൻ ഷാപ്പ് പോയാൽ റേഷൻ ഷാപ്പിന് മിഷൻ കേടായി കിടക്കാം. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ കൂട്ടും കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തെ ഒരു അവധിയും കൊടുത്തും കഴിഞ്ഞിട്ട് അത് വേറെന്തോ ഒരു സംവിധാനം ഉണ്ടാക്കുക ഗവൺമെന്റ്. അതും ചെയ്യില്ല. ജനങ്ങളിട്ട് ഇങ്ങനെ വരപ്പിക്കുക ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട്. എത്ര ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. വയസ്സായവരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ സ്കൂളിൽ പോകാനുള്ള കുട്ടികളുണ്ട്, ഞങ്ങളുണ്ട്. ആ ദുരിതത്തിലാണ് ഞങ്ങൾ ഈ ഒരു റേഷൻ ഷാപ്പിൽ ഈ ഒരു മിഷനായിട്ട് ഞങ്ങളിപ്പോൾ കത്തിനി ഉത്തരത്തിനായിട്ട്. മസ്റ്ററിംഗിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകുന്നേരവും മസ്റ്ററിംഗ് സംവിധാനം നടത്തണമെന്നാണ് റേഷൻ വ്യാപാര സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ കപ്പാസിറ്റി കൂടിയ സെർവർ സ്ഥാപിക്കണമെന്നും റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കപ്പാസിറ്റി ഇല്ലാത്തൊരു സെർവറാണ് നമ്മളത്. അടിയന്തരമായും ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. പുതിയ സെർവർ വാങ്ങുക. IT മിഷൻ എന്താണ് ഹൈദരാബാദിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹൈദരാബാദിലാണ് ഇത് കൈകാര്യം ചെയ്തത്. ഹൈദരാബാദുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ തകരാറ് എന്ന് കണ്ടുപിടിക്കുക. ആ തകരാറിന് പരിഹാരം കാണുക. പുതിയ സെർവർ വാങ്ങുക. അതിനുശേഷം 7 ജില്ല രാവിലെയും 7 ജില്ല വൈകുന്നേരവും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അല്ലെ 7 ജില്ല ഒരാഴ്ചയും 7 ജില്ല ഒരാഴ്ചയും ഒന്നായിട്ട് 14 ജില്ലയിലെ 95 ലക്ഷം കാർഡ് നമുക്കുള്ളത് റേഷൻ കൊടുക്കണം. റേഷൻ വിതരണം പരിപൂർണമായി നിർത്തിയേക്കുക. ഇന്നും രാവിലെ കുറച്ച് ആൾക്കാർ റേഷൻ വാങ്ങിയെന്നാണ് കേട്ടത്. ഇത് ആദ്യം റേഷൻ വിതരണം ഓഫാക്കി മസ്റ്ററിന് വേണ്ടി മാത്രം ഇത് ചെയ്യുക. അങ്ങനെ മസ്റ്റർ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ലോഡ് താങ്ങാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. കാരണം 1,51,00,000 പേരാണ് മസ്റ്റർ ചെയ്യേണ്ടത്. അതായത് BPL AY കാർഡോട്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം മസ്റ്റർ ചെയ്യുക. ഞങ്ങൾ പരമാവധി സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഞായറാഴ്ച തുറക്കാൻ തയ്യാറാണ്. പക്ഷെ അടിച്ചേൽപ്പിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ബയോ മസ്റ്ററിംഗ് സംവിധാനത്തിന്റെ സർവർ തകരാറ് മൂലം താമരശ്ശേരിയിലെ റേഷൻ കടകളിലെത്തിയ ഉപഭോക്താക്കളെയും പ്രയാസത്തിലാക്കി. റംദാൻ മാസത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയാണ് ഇതെന്നും റേഷൻ കടകളിലെത്തിയ ഉപഭോക്താക്കൾ പറയുന്നു. 9 മണിക്ക് എത്ര മണിക്കായാലും സംഭവം നടക്കണമല്ലോ. ഇത് സ്റ്റക്കായി കിടക്കുകയാണ്. ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടായി കിടക്കുക. റമദാൻ മാസം അത് ആളെ സ്വീപ്പൊക്കെ ഇത് നടക്കൂല. അതേസമയം സർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് സംവിധാനം നടത്താനാകാതെ പ്രയാസം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് റേഷൻ വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും ആവശ്യം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.